ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പിന്നെ കോഴിക്കോടിൻ്റെയും സ്വന്തം കോഴിക്കോട് ബീച്ചിലാണുള്ളത്. കുറേ ദിവസമായി ഇവിടെ എന്തോ ഒരു ഫെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിക്കണ്. 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നാണ് നമുക്കൊരു ഒഴിവ് കിട്ടിയത്, അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. ഫിസ ആണെങ്കിൽ പരക്കപ്പാനി കളിക്കാൻ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറാം ഇങ്ങോട്ട് കയറാം. പിന്നെ നമ്മളൊരു പോട്ട് ഉണ്ടാക്കണൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ചെറിയൊരു മനുഷ്യൻ നടന്ന് പോകുന്നുണ്ട്. ആണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചാണ്. പിന്നെ അമ്പിടണ വീഡിയോ അത് കിട്ടിയില്ല ഗൈസ്. ഈ ഒരു ചെറിയൊരു അമ്പിടണതാണ്, അത് കിട്ടിയില്ല. ഉമ്മ എടുത്തേക്കണ് വിചാരിച്ച് പിന്നെ വീട്ടിലെത്തി ഫോണൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ നമ്മൾ ബേജാറാവേണ്ട, വേറെ വലിയൊരു അമ്പിടണുണ്ട്. ഞാൻ നേരെ 6-ൽ കൊണ്ടുപോയി അടിച്ച്. എന്താ ചെയ്യുക, ഫിസ ആണെങ്കിൽ ഇവിടെ പാഞ്ഞ് കളിക്കാൻ ആ ബോളിൻ്റെ മുകളിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഇരുന്നിരുന്ന് എന്തൊക്കെയോ കാട്ടി കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ മുകളിൽ ഇതാ രക്ഷാപ്രവർത്തകൻ ഇരിക്കുന്നു, നല്ല രസമുണ്ട്, കുട്ടീനെ കയറ്റാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാ നമ്മളെ സ്വന്തം ഫിസ ഇവിടെ നിന്ന് തല കാട്ടി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ജയിലിലേക്കാണ്, സെല്ല് 10-ലേക്കാണ് പോയത്. അവിടെ ആരാന്നല്ലേ, അവിടെ ആരുമില്ല, വെറുതെ അവിടെ കണ്ടപ്പോൾ പോയതാണ്. പിന്നെ നിങ്ങൾ കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 13-ാം തീയതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ഥലം എന്തായാലും സന്ദർശിച്ചേ പറ്റും. അത്രക്കും രസമുണ്ട് ഇത് കാണാൻ. പിന്നെ അത് അവിടെ ഒരാളെ തൂക്കുകയറിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ വയനാടിൻ്റെ ഉരുൾപൊട്ടലാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അതുപോലൊക്കെ ഉണ്ട്. ഇതാ ജാമ്പുവാൻ്റെ കാലത്തുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സ്നേക്ക് ലാഡർ കളിച്ച് അതിന് ഗിഫ്റ്റൊക്കെ കിട്ടിയിന്. ലാബിളാണ്, 2 ലാബിളും ഒരു കവറുമാണ് കിട്ടിയത്. പിന്നെ ഫിസയും ആമി ബോറടിച്ചപ്പോൾ ഓരോ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തി. കുറേ നേരമായി ഇരുത്തിയിട്ട്, ബട്ട് നമ്മളപ്പത്തിന് ഞാനും ചോദിച്ചു കുറേ അവിടെ പോയിട്ട് കറങ്ങി. നമുക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് കാലടിയാണ്. അപ്പോൾ പിന്നെ നടന്നാൽ പിന്നെ അത്ര വലിയ കുഴപ്പമില്ല വിചാരിച്ചിട്ട് നമ്മൾ കുറേ നടന്ന്. പിന്നെ നമ്മൾ തിയേറ്റർ പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടങ്ങൾ വിചാരിക്കും നല്ല അടിപൊളി സിനിമ ആണെന്ന്. അതും ജാമ്പുവാൻ്റെ കാലത്തുള്ള സിനിമയാണ് ഗൈസ്. പിന്നെ നമ്മൾ നടന്ന് പിന്നെ ഒരുപാട് നടക്കാനുള്ളൊരു സ്ഥലമാണ്. പിന്നെ നടക്കണേന് ചൂടൊന്നും എടുക്കൂല, അതുകൊണ്ട് നല്ല തണുപ്പിൻ്റെ ഒത്ത് തന്നെ നടക്കുന്നത്. അങ്ങനെ ഡ്രസ്സ് കുറേ ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. പിന്നെ കവർ നിറച്ച സാധനങ്ങളൊന്നുമില്ല കേട്ടോ, ഫിസൻ്റെ ബലൂൺ ഇട്ടിട്ടാണ് അത് നിറഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.